السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുന്നു. ജമാഅത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജമാഅത്ത് നമസ്കാരത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിന്റെ ശ്രേഷ്ഠതകളും അതിന്റെ ഹുക്കുമുകളും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ചിരുന്നത്. ജമാഅത്ത് നമസ്കാരങ്ങൾ കൊണ്ട് വിശ്വാസികൾക്കിടയിലുള്ള പരസ്പര ബന്ധങ്ങൾ ശക്തമാക്കുന്നതാണെന്നാണ്. മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ഒരു പ്രദേശത്തുള്ള ആളുകൾ ഒരു ദിവസം 5 നേരം പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അവർക്കിടയിലുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുകയും അത് ശക്തമാക്കുകയും ചെയ്യുന്നു. അത് മുഖേന പരസ്പരം നന്മകൾ ചെയ്യാനും അതുപോലെ അവരുടെ സുഖദുഃഖങ്ങളൊക്കെ അറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കാനും സഹായിക്കുന്നതാണ്. ഇതിനായിക്കൊണ്ട് ഇസ്ലാമില് നിശ്ചിത സമയങ്ങളിലും സന്ദർഭങ്ങളിലുമായി ഒരുമിച്ച് കൂടാൻ ഇസ്ലാം കൽപ്പിക്കുന്നത്. ഒരു ദിവസവും നമ്മൾ 5 നേരം പരസ്പരം ഒരുമിച്ച് കൂടുന്നു. ആഴ്ചയിലൊരിക്കൽ വെള്ളിയാഴ്ച, വർഷത്തില് 2 പെരുന്നാൾ ദിവസങ്ങളില്, അതുപോലെ ലോകത്തുള്ള പ്രധാനികളായ മുസ്ലിം നേതാക്കന്മാരെ വിളിച്ചുകൊണ്ട് വർഷത്തിലൊരിക്കൽ അറഫയിൽ ഒരുമിച്ച് കൂടുന്നു. ഈ ഒരുമിച്ച് കൂടലിലൂടെയൊക്കെ മുസ്ലിങ്ങളുടെ ഐക്യവും അതുപോലെ തന്നെ അവരുടെ ക്ഷേമാഐശ്വര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ഒരു പ്രോത്സാഹനമാണ് യഥാർത്ഥത്തിൽ ജമാഅത്ത് നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ജമാഅത്ത് നമസ്കാരത്തിന് പങ്കെടുക്കുന്നവർക്ക് 27 ഇരട്ടി പ്രതിഫലം ഉണ്ടെന്ന് നമ്മൾ വിശദീകരിച്ചിരുന്നു. എന്നാൽ സ്ഥിരമായി പങ്കെടുക്കുന്നയാൾക്ക്, ജമാഅത്തിൽ കൃത്യമായിട്ട് വരുന്ന ഒരാൾക്ക് വല്ല അസുഖം കാരണവും ജമാഅത്തിന് പറ്റാതിരുന്നാൽ, വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അയാൾ വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിലും അയാൾക്ക് ജമാഅത്ത് നിസ്കരിക്കുന്ന പ്രതിഫലം കിട്ടും. കൃത്യമായി ജമാഅത്തിന് വരുന്ന ഒരാൾ ഒരു ജമാഅത്തിനോ അല്ലെങ്കിൽ ഒരു ദിവസമോ 2 ദിവസമോ അസുഖമായി അയാൾക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിലും അയാൾക്ക് അല്ലാഹു ആ ജമാഅത്തിന്റെ പ്രതിഫലം നൽകപ്പെടും എന്നാണ്. ഹിജറ 103 മരണമടഞ്ഞ പ്രശസ്തനായ താബഈ പണ്ഡിതനായിരുന്നു അബൂ ബുർദ ഇബ്നു അബി മുസൽ അശ്ശരി. അബൂ മുസൽ അശ്ശരിയുടെ മകനാണ്. അദ്ദേഹം താബഈയാണ്, കൂഫക്കാരനാണ്, വലിയ പണ്ഡിതനാണ്. അദ്ദേഹവും യസീദ് ബിൻ അബി കബ്ഷയും കൂടി ഒരു യാത്ര പോവുകയായിരുന്നു. അങ്ങനെ ആ യാത്രയില് യസീദ് ബിൻ അബി കബ്ഷ യാത്രയിൽ നോമ്പെടുക്കുന്ന ആളായിരുന്നു. യാത്രയിലാണെങ്കിലും അദ്ദേഹം എന്ത് ചെയ്യും? നോമ്പെടുക്കും. ആ സന്ദർഭത്തിൽ അബൂ ബുർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ മൂസ പറയുന്നതായിട്ട് പല പ്രാവശ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മരിദൽ അബ്ദു, ഒരടിമ രോഗിയായി, ഔ സാഫറ, അല്ലെങ്കിൽ അടിമ എന്ത് ചെയ്തു? യാത്ര പോയി, എങ്കിൽ കുതിബ ലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ സഹീഹൻ. ആ രോഗി അദ്ദേഹത്തിന് രോഗമില്ലാത്ത സമയത്ത്, ആരോഗ്യവാനായിരുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ യാത്രക്കാരൻ നാട്ടിലുണ്ടായിരുന്ന സന്ദർഭത്തിൽ ചെയ്തിരുന്ന ഇബാദത്തുകളുടെ പ്രതിഫലം പൂർണ്ണമായിട്ട് അവന് രേഖപ്പെടുത്തപ്പെടും. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പൊ നമുക്കതുകൊണ്ട് പ്രതിഫലം നഷ്ടപ്പെടുന്നില്ല. ജമാഅത്ത് കൃത്യമായിട്ട് പങ്കെടുക്കുകയാണെങ്കിൽ അവർക്ക് അതില് പിന്നെ നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. അതേപോലെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, മൻ സല്ലല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅ, ഒരാള് അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് 40 ദിവസം ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ, 40 ദിവസം കൃത്യമായിട്ട് ജമാഅത്തായി യുദ്രിക്കു തക്ബീറത്തുൽ ഊല, ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്നത് പോലെ, ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഇമാമിന്റെ പിന്നിൽ അല്ലാഹു അക്ബർ എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ 40 ദിവസം ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ കുതിബ ലഹു ബറാഅത്താനി, അയാൾക്ക് 2 മോചനങ്ങൾ അല്ലാഹു രേഖപ്പെടുത്തപ്പെടും. ഒന്ന് ബറാഅത്തും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനം അല്ലാഹു അദ്ദേഹത്തിന് എഴുതി രേഖപ്പെടുത്തും. വ ബറാഅത്തും മിനൻ നിഫാഖ്, കാപട്യത്തിൽ നിന്നുള്ള ഒരു മോചനവും. അയാൾ കപടനാവൂല, അതേപോലെ സ്വർഗാവകാശിയാവുകയും ചെയ്യും. 40 ദിവസം കൃത്യമായിട്ട് ജമാഅത്തിന് പങ്കെടുക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു മുഅ്മിനിനെ കഴിയുള്ളൂ. തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി ആ നിസ്കാരത്തിന് ആദ്യം തന്നെ വന്ന് റെഡിയായി നിന്ന് അത് കാത്തുനിന്ന് നിസ്കരിക്കുന്നത്. ഇത് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ സിൽസിലത്തു സഹീഹിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഹദീസ് വളരെ സ്വീകാര്യമായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇശാ നിസ്കാരവും സുബഹിയും ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നവർക്ക് വളരെ പ്രതിഫലങ്ങൾ അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്, പ്രത്യേകമായിട്ട് മറ്റു നിസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്.
പല ഹദീസുകളും നമ്മൾ കേട്ടതായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒരാൾ സുബ്ഹ് നിസ്കരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. പിന്നെ അള്ളാഹു അവനെ ഏറ്റെടുത്തിരിക്കുന്നു, അള്ളാഹു സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്. അതിന് വലിയ കാര്യം എന്താണ് ഒരു വിശ്വാസിക്ക്? സുബ്ഹ് നിസ്കാരം കഴിഞ്ഞാൽ അവന് കാര്യം അള്ളാഹു ഏറ്റെടുത്തു. അള്ളാഹു ഒരു വ്യക്തിയുടെ സംരക്ഷണം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അയാളെ യാതൊരു വിധത്തിലുള്ള പിന്നെ ഉപദ്രവമോ അല്ലെങ്കിൽ മറ്റൊരു നിലക്കും അയാൾ എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ ദ്രോഹിക്കാൻ പാടില്ല. കാരണം അള്ളാഹു അയാളുടെ സംരക്ഷണം ഏറ്റെടുത്ത ഒരാളെ ആരെങ്കിലും അയാൾക്കെതിരെ തിരിയാണെങ്കിൽ അള്ളാഹു അയാളെ നരകത്തിലിട്ട് ശിക്ഷിക്കുന്നവർ. അള്ളാഹു ഒരാളെ ഏറ്റെടുത്തു, അയാളെ വേറൊരാളും ഏതെങ്കിലും വിധത്തിൽ ദ്രോഹിച്ചാൽ അയാളെ അള്ളാഹു നരകത്തിലിടും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയുന്നുണ്ട്, ഫീഹി ദലീലുൻ അലാ അന്നഹു യജിബു ഇഹ്തിറാമുൽ മുസ്ലിമീൻ. മുസ്ലിംകളെ ആദരിക്കൽ നിർബന്ധമാണ് എന്ന് ഈ ഹദീസിൽ തെളിവുണ്ട്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ ഇസ്ലാം ഉറപ്പിച്ച, വ്യക്തമാക്കി കാണിച്ചു തരുന്ന, കൃത്യമായിട്ട് സുബ്ഹ് നിസ്കരിക്കുന്ന ഒരാള് അവൻ മുസ്ലിമാണ്. അയാൾ എന്ത് ചെയ്യരുത്? യാതൊരു വിധത്തിലും ദ്രോഹിക്കാൻ പാടില്ല. അയാൾ എന്തെങ്കിലും വിധത്തിൽ മാനസികമായോ ശാരീരികമായോ ദ്രോഹിക്കുകയാണെങ്കിൽ അള്ളാഹു അവന്റെ കാര്യം ഏറ്റെടുക്കും. അള്ളാഹു ആയിരിക്കും അതിന് പ്രതികാരം ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അതിന് ദുനിയാവില് തന്നെ തെളിവുകളുണ്ട്. സാലിം ഇബ്നു അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഇബ്നു ഉമറിന്റെ, അതായത് രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹുവിന്റെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ. ആ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ മകനാണ് സാലിം ഇബ്നു അബ്ദുല്ല. ഈ സാലിം ഇബ്നു അബ്ദുല്ല താബിഈയാണ്, വലിയ പണ്ഡിതനാണ്, വളരെ ഇബാദത്തുകളിൽ മുഴുകിയിരുന്ന ഒരു പണ്ഡിതനായിരുന്നു, മദീനയിലെ മുഫ്തിയായിരുന്നു, ഒരുപാട് വലിയ സ്ഥാനങ്ങളിലാണ് അദ്ദേഹം. പിന്നെ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാലത്ത്, ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഭരണം നടത്തുമ്പോൾ അദ്ദേഹം ഒരിക്കൽ സാലിം ഇബ്നു അബ്ദുല്ലന്റെ അടുക്കല് വാളെടുത്തു കൊടുത്തിട്ട് കൊല്ലാൻ, അതായത് വധിക്കാൻ വിധിക്കപ്പെട്ട ഒരാളെ കൊന്നുകളയാൻ എന്ത് ചെയ്യാണ് സാലിം ഇബ്നു അബ്ദുല്ലയോട് ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറഞ്ഞു. ഹജ്ജാജ് ഇബ്നു യൂസുഫ് അറിയപ്പെട്ടാണ് ക്രൂരനായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ഇത് കൊടുത്ത സന്ദർഭത്തിൽ സാലിം ഇയാളെ തേടിപ്പോയി, ഈ പറഞ്ഞ വധിക്കാൻ വിധിക്കപ്പെട്ട ആള്. അയാളടുത്ത് ചെന്ന് അയാളോട് സാലിം ഇബ്നു അബ്ദുള്ള ചോദിച്ചു, ആ മുസ്ലിമുൻ അന്ത്, ഈ മുസ്ലിമാണോ? അയാൾ പറഞ്ഞു അതെ. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത്, അസല്ലൈത്തൽ യൗം സലാത്ത സുബ്ഹ്, ഇന്ന് ഈ സുബ്ഹ് നിസ്കരിച്ചോ എന്നാണ്. അപ്പൊ അദ്ദേഹം അതെ എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം അവിടുന്ന് തിരിച്ചു പോന്നു, അയാളെ കൊല്ലാതെ തിരിച്ചു പോന്നു. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ അടുത്തായിട്ട് വാള് തിരിച്ചു കൊടുത്തു. അപ്പൊ ചോദിച്ചു അദ്ദേഹം, അദറബ്ത, ഇയാളെ അയാളെ പെരട് വെട്ടിയൊന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഇല്ല. അപ്പൊ എന്താണ് അയാളെ കൊല്ലാതിരുന്നത് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യക്തമായി സ്ഥിരപ്പെട്ട ഒരു ഹദീസ് ഉണ്ട്, മൻ സല്ലൽ ഗദാത ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ആരെങ്കിലും സുബ്ഹ് നിസ്കരിച്ചാൽ അവൻ അള്ളാന്റെ സംരക്ഷണത്തിലാണ്. അപ്പൊ മുസ്ലിമായ ഒരു വ്യക്തി സുബ്ഹ് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ യാതൊരു വിധത്തിലും ദ്രോഹിക്കാൻ പാടില്ല. അത് വലിയ തെറ്റാണ്. വലാ അഖ്തുലു റജുലൻ ഫീ ദിമ്മത്തില്ലാഹ്, അള്ളാഹ് സംരക്ഷണം ഏറ്റെടുത്ത ഒരാളെ ഞാൻ വധിക്കൂല. അപ്പൊ ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറഞ്ഞു, നമ്മൾ അയാളെ നിസ്കാരം ഉപേക്ഷിച്ചതിനല്ല അയാളെ വധിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊല ചെയ്തതിൽ ഒരു പങ്കാളിയാണ് ഇയാള്, അതുകൊണ്ടാണ് അയാളെ വധിക്കുന്നത്. അപ്പൊ ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് ഈ സാലിം ഇബ്നു അബ്ദുള്ള പറഞ്ഞു, അത് ഏറ്റെടുക്കാൻ ഇതൊക്കെ ചെയ്യാൻ ഇവിടെ ഭരണാധികാരികളും ഇവരൊക്കെ ഉണ്ട്, അത് ഞാൻ അതിന്റെ ആളല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് അത് ഒഴിഞ്ഞു മാറുകയാണ്. ഇവിടെ ഹദീസിൽ പഠിപ്പിക്കുന്നത്, ഈ ഹദീസാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്, അള്ളാഹു ഏറ്റെടുത്ത ഒരാളെ അയാളെ ഞാൻ എന്ത് ചെയ്യൂല, ഒരു നിലക്കും ഉപദ്രവിക്കൂല. അപ്പൊ ഈ പ്രതിഫലം, അതുപോലെ ഈ മഹത്തായ ഈ കൂലിയൊക്കെ, ഇതൊക്കെ എല്ലാവർക്കും ലഭിക്കും എന്നാണ് എന്ത് ചെയ്യുന്നത് പണ്ഡിതന്മാര് വിശദീകരിക്കുന്നത്. എന്നാല് അത് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നവർക്ക് മാത്രമേ ലഭിക്കൂ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. വീട്ടിൽ നിസ്കരിച്ചാലും കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹദീസിലെ സുബ്ഹ് നിസ്കരിച്ചാലെന്നല്ലേ ഉള്ളൂ. പക്ഷെ അതിന് പണ്ഡിതന്മാർ വിശദീകരിച്ചു, അത് പള്ളിയിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോഴാണ്. കാരണം ഇമാം നവവി റഹ്മഹുല്ലാ അദ്ദേഹം പിന്നെ ഈ ഹദീസ് കൊണ്ടുവരുന്നത് തന്നെ ബാബു ഫദ്ലി സലാത്തുൽ ഇശാ വസ്സുബ്ഹി ഫീ ജമാഅത്ത് എന്ന ഹെഡിങ്ങിലാണ്. ബാബു ഫദ്ലി സലാത്തുൽ ഇശാ വസ്സുബ്ഹി ഫീ ജമാഅത്ത്. ഇമാം മുസ്ലിമിന്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാല്, ഇശാ നിസ്കാരവും സുബ്ഹ് നമസ്കാരവും ജമാഅത്തിൽ ആയിട്ട് നിസ്കരിക്കുക എന്ന് പറയുന്ന അധ്യായത്തിലാണ് ഈ ഹദീസ് കൊണ്ടുവരുന്നത്.
മാത്രമല്ല ഇതേപോലെ തന്നെ പിന്നെ ഇമാം മുന്തിരി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ തർഗീബ് വ തർഹീബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും അനേകം ഗ്രന്ഥങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സംഭവങ്ങൾ ഇതേപോലെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പ്രതിഫലം എല്ലാവർക്കും ലഭിക്കുവോ ഇല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അള്ളാഹ് സംരക്ഷണം ഏറ്റെടുക്കണമെങ്കിൽ ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കണം എന്നാണ് അവരുടെ അഭിപ്രായം. മറ്റൊരു പറ്റം പണ്ഡിതന്മാര് നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞവരും ഉണ്ട്. എന്തായാലും അല്ലാഹു അലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.